കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ബിസിനസ് എങ്ങനെ അഭിവൃദ്ധിയിലേക്ക് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ കുവാ നമ്പർ അനുസരിച്ചിട്ട് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ ഇപ്പോൾ അത് തുടങ്ങാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണോ, ഇപ്പം നമുക്ക് കുവാ നമ്പർ അനുസരിച്ചിട്ട് നമ്മളുടെ ഏത് സ്റ്റാറാണ് വന്ന് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഷോപ്പ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, അത് നമുക്ക് അനുകൂല ദിക്കിലോട്ടാണോ, അത് നമ്മുടെ കുവാ നമ്പറുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുവാ നമ്പർ അനുസരിച്ചിട്ട് 4 ദിക്കുകൾ ഭാഗ്യവും 4 ദിക്കുകൾ ദോഷവുമുണ്ട്. അപ്പം നമ്മുടെ കുവാ നമ്പറിൽ നമ്മുടെ ഭാഗ്യ ദിക്കിലാണോ നമ്മൾ അവിടെ ക്യാഷ് കൗണ്ടർ ഇരിക്കുന്നത്, ഭാഗ്യ ദിക്കിലോട്ട് നോക്കിയാണോ ഇരിക്കുന്നത്, നമ്മളുടെ ഭാഗ്യ ദിക്കിലാണോ ഈ ഷോപ്പിൻ്റെ എൻട്രൻസ് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചുള്ള ഒരു ബിസിനസ് അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർ വിചാരിക്കുന്ന കണക്കുള്ള ഒരു പുരോഗതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫെങ്ഷി പ്രകാരം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ബിസിനസ്സിൽ പുരോഗതിയും ഒക്കെ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാഫിൻ ബുദ്ധ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ഫെങ്ഷിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. അപ്പോൾ ഒരു ലാഫിൻ ബുദ്ധ എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ലാഫിൻ ബുദ്ധയുടെ ടൂൾ നമുക്ക് കസ്റ്റമേഴ്സിനെ നോക്കി ഇരിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ 3 ലെഗ്ഡ് ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഫെങ്ഷിയിൽ നല്ലൊരു ടൂളുണ്ട്. അത് നമുക്ക് ക്യാഷ് കൗണ്ടറിലോട്ട് നോക്കി വെക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗം സമ്പത്തിൻ്റെ ഡയറക്ഷനാണ്. ആ ഭാഗത്ത് ഇത് വെൽത്തിനെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട്, അവിടെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവാനായിട്ടും നമുക്ക് അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ സ്ഥാപിക്കാം. അത് സ്ഥാപിക്കാനായിട്ട് സൗകര്യക്കുറവുള്ളവർക്ക് അവിടെ ഒരു ലക്കി ബാമ്പ് വയ്ക്കാം. ഇതൊക്കെ ബിസിനസ്സിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരാനായിട്ട് ക്യാഷ് കൗണ്ടറിൻ്റെ മുകളിൽ ഒരു ലക്കി ക്യാറ്റിനെ വാങ്ങിച്ചു വയ്ക്കാം. അത് നമുക്ക് ഒത്തിരിയേറെ കസ്റ്റമേഴ്സിനെ നമുക്ക് വിളിച്ചു കയറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പലാണ്. പിന്നെ നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 6 പൈപ്പിൻ്റെ ബെഞ്ചിയം സ്ഥാപിക്കുന്നതും നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുമുള്ള അനുകൂലമായ തരംഗങ്ങൾ അത് സൃഷ്ടിക്കുന്നതാണ്. അത് മാത്രവുമല്ല, ഇതിൻ്റെ ആ ഒരു ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദമാണ് അതിൽ നിന്നും പുറപ്പെടുവിക്കുന്നത്. അടുത്തൊരു സംഭവം നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിൽപരമായിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് പരമായിട്ട് നമുക്ക് കൂടുതൽ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് വടക്ക് ഭാഗത്ത് നമുക്ക് ഒരു അക്വേറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ദിക്കുകളെ ബേസ് ചെയ്ത് നോക്കിക്കൊണ്ട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരികയും നമ്മുടെ വർക്ക് കൂടുതൽ മുന്നോട്ട് പോവുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫെങ്ഷി പ്രയോജനപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് വെക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സംഭവങ്ങൾ അപ്പോഴും തന്നെ മാറ്റേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടന്റിനെ വിളിച്ചിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പുരോഗമനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.